ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമുക്ക് ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിനോടൊരു പാഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് 100% വിജയിക്കും എന്നുള്ളത് ഉള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് സിവിൽ കഴിഞ്ഞ് അതിന്റെ പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഏകദേശം ഒരു 5 വർഷമായിട്ട് ഒരു കോൺട്രാക്ടർ കൂടെ ഒരു എഞ്ചിനീയർ ആയിട്ട് ഞാൻ പോയിരുന്നു. അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്തായി, ഞാൻ സ്വന്തമായിട്ട് പിന്നെ ലൈസൻസ് കാര്യങ്ങൾ എടുത്ത് അങ്ങനെ ബിസിനസ് കൊണ്ടു നടക്കുന്ന ടൈമിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ കോഫി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞാല് ഞാൻ മലപ്പുറം ആ ടൈമിൽ പറഞ്ഞാല് കോഫി, ക്യാപ്ച്ചിനോ അങ്ങനെയുള്ള പ്രീമിയം കോഫികളൊന്നും അവിടെ കിട്ടില്ല. പക്ഷെ അതിന് ഞങ്ങൾ അധികം വരല് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് വന്ന് സ്ഥിരമായിട്ട് വരുന്ന കോഫി കുടിക്കാൻ അധികം ദിവസങ്ങളിൽ വരുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ ഒരു കോഫിനോടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കഫേ തുടങ്ങി. മലപ്പുറത്ത് അങ്ങനെ ഒരു കഫേ തുടങ്ങി. ആ കഫേ തുടങ്ങിയ ടൈമിൽ നമ്മൾ ഇതിനെ പറ്റി ഒരു ABCDയും അറിയാത്ത ഒരാളായിരുന്നു. എന്താണ് പിന്നെ ഈ കഫേ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരാളായിരുന്നു. പക്ഷെ നമ്മളൊരു പാഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അവിടെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളൊരു മെനു സെറ്റാക്കി ആ ഒരു മെനു വെച്ചിട്ട് ഞാൻ നമ്മൾ തന്നെ ഓരോ പിന്നെ സ്റ്റാഫിനെ അവിടെ വന്ന് പഠിപ്പിച്ചു കൊടുത്ത് രീതിയിൽ നമ്മൾ ആ ഒരു ബിസിനസ് നമ്മൾ നല്ല രീതിയിൽ വിജയത്തേക്ക് എത്തിക്കാൻ പറ്റി. ആ വിജയത്തേക്ക് എത്തിക്കാൻ പറ്റുക അതാണ് നമ്മളൊരു പാഷൻ കൊണ്ടാണ്, എൻ്റെ ഒരു പാഷൻ കൊണ്ടാണ്. പക്ഷെ അവിടെ ഒരു സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയ ആ ഒരു പിന്നെ ആ സ്റ്റാഫിന്റെ ഒരു കുറവ് അവിടെ നികത്തിയത്. അത് നികത്താൻ കാരണം നമ്മൾ അതിനോടൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ്. ആ പാഷൻ മാത്രം ഉണ്ടായിക്കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ആ ഒരു പാഷന്റെ കൂടെ എന്താണ് അതിനോടൊരു കമ്മിറ്റ്മെന്റ് കൂടി വേണം. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്, നമ്മളിപ്പോ കോൺഫോർജ് ചെയ്യുകയാണ്, കോൺഫോർജിലോ നമുക്കൊരു പാഷൻ ഉണ്ടായിട്ട് മാത്രമല്ല, നമ്മൾ പാഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എന്താണ് ഈ മോർണിംഗ് സൂമിൽ ഇത്ര ആളുകളും മോർണിംഗ് സൂമിൽ രാവിലെ കയറുന്നത്. ഈ കയറി കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് കുറെ ആളുകൾ എന്താണ് അപ്ലൈന് അല്ലെങ്കിൽ ആരാണ് അവരെ കൊടുക്കുന്നത് അവർ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നമ്മൾ സൂമിൽ കയറുന്നത്. അവരെ അക്കൗണ്ട് തയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതി കൂടി പറഞ്ഞു കാണിക്കാൻ കുറെ ആളുകൾ കയറുന്നതാണ് പിന്നെ വിചാരിക്കുന്നത്. പക്ഷെ ആര് പിന്നെ കയറുവാനും മാത്രം കഴിയാം, നമുക്ക് അതിനോട് കമ്മിറ്റ്മെന്റ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് കൂടി വേണം. ആ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഒരു വിജയത്തേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി അതിനോടുള്ള ഒരു പാഷൻ കൊണ്ട് നമ്മൾ അത് എന്താണ് അതിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതേപോലെ നമ്മളെ പിന്നെ ബിസിനസിന്റെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് മറ്റാളുകൾക്ക്, നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് അതേപോലെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ബിസിനസിന്റെ വാല്യൂ എന്താണ്, നമ്മൾ ഈ ഒരാൾ നമ്മളോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് പറയാം നമ്മൾ ഈ ഒരു പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതി കൂടി നമ്മൾ അവരെ നിർബന്ധിക്കാതെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വരുന്ന മാറ്റങ്ങൾ, നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. എന്താ നമ്മൾ ബിസിനസ്സിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊരു 15 വർഷം ട്രഡീഷണൽ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ അതിലേറെ കൂടുതൽ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് എംപവറിന്റെ കൂടെ വന്നിട്ട് ഡീസെൻട്രലൈസ്ഡ് ബിസിനസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മളെ ലൈഫ് വെച്ചിട്ട് നമുക്ക് എന്താണ് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരാൾ വരുന്നു അവർക്ക് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പിന്നെ നമ്മൾ എന്നിട്ട് നമുക്ക് ഇത്ര വരുമാനം കിട്ടി ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 40% റെഫറൽ ഇൻകം കിട്ടും. ഒരാൾ വന്നു കഴിഞ്ഞാൽ 40% റെഫറൽ ഇൻകം കിട്ടും. രണ്ടാൾ വന്നു കഴിഞ്ഞാൽ 80% ആയി. പിന്നെ അത് കൂടാതെ നമുക്ക് എന്താണ് ലെവൽ ഇൻകം വേറെയും കിട്ടുന്നുണ്ട്. രണ്ടാൾ വരുമ്പോഴത്തേനും നമ്മൾ ഇതിൽ ആക്ടിവേഷൻ ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ടോക്കൺസ് കിട്ടുന്നുണ്ട്. ഈ ടോക്കൺസിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇന്നലെ അസീംഖന്റെ ആ ഒരു സെക്ഷനിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു 10% മാത്രമാണ് ക്രിയേറ്റർമാരെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞത്. അപ്പൊ ക്രിയേറ്റർമാരെ ലാഭം എന്താണ്, നമുക്ക് അവിടെ വരുന്ന 100% ആക്ടിവേഷന്റെ ഫീയും നമ്മൾ എന്താണ് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ലെവലിലേക്കായിട്ടാണെങ്കിലും പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനാണെങ്കിലും അത് പോകുന്നുണ്ട്. ബാക്കി ഈ ക്രിയേറ്റർമാർക്ക് ഈ ടൈമിലൊന്നും ഒരു പിന്നെ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ 10% മാത്രമാണ് അവരെ
പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ഈ 10% ടോക്കൺ അവർ മാക്സിമം റേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുള്ളൂ. അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റുകൾ കാര്യങ്ങളാണ് ക്രിയേറ്റർമാർ കൊണ്ടുവരിക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു ബിസിനസിന്റെ ശരിക്കും നമ്മളൊരു വാല്യൂ ആയിട്ട് കാണുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളൊരാളെ റെഫർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ടോക്കൺസിന്റെ കാര്യങ്ങളാണ്. ആ ടോക്കൺസിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നുള്ളതും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാള് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ പ്രശ്നത്തിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മൾക്ക് നമ്മളെ ബിസിനസ് പിന്നെ കണക്ട് ചെയ്ത് കാണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ആളുകള് നമ്മളോട് ഒരിക്കലും നോ പറയില്ല എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും പിന്നെന്താണ് നമുക്ക് എപ്പോഴും ഉള്ളൊരു കുറെ ആളുകൾ പാളിട്ട് എന്താ വെച്ചാല് അവർ ഇത്ര ഇൻകം കിട്ടും, ഇത്ര വന്നു കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞു കൊടുക്കല്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആള് എന്താണ് ഇതൊരു സാധാ മണി ചെയിൻ പോലുള്ള ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിന്റെ ഈ ബിസിനസിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആളുകൾ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള 100% ഉറപ്പാണ്. അതേപോലെ നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, മാർക്കറ്റിംഗ് വേണം. മാർക്കറ്റിംഗ് എന്നാൽ നമ്മൾ കുറെ ആളുകളോട് നമ്മൾ പറയുമ്പോൾ ആളെ പിന്നെ റെഫറൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ ആളെ ചേർക്കണ്ടേ, അത് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിൽ വരിക. പക്ഷെ നമ്മൾ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും നമ്മൾ ഏതൊരു പിന്നെ ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പിന്നെ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റിംഗിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ബോർഡ് കാര്യങ്ങളൊന്നും വെച്ചില്ല. നമ്മളൊരു ഷോപ്പ് ഇട്ട് നേരെ ആ ഷോപ്പിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഒരാളോടും നമ്മൾ എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറയാതെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമറും നമുക്ക് വരില്ല. നമ്മൾ അതിന് പകരം നമ്മൾ എന്താണ് ആ ഷോപ്പിന് ഒരു ബോർഡ് വെച്ചു, എന്താണ് നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, എന്താണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കൂടെ വരും. അത് അവിടെ ഒരു സെയിൽ നമുക്ക് കൂട്ടാൻ കഴിയും. അങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് കൊടുത്തിട്ട് നമുക്ക് സെയിലിലേക്ക് പോവാം. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു സെയിലും നമുക്ക് നടക്കില്ല എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഒരാൾ വന്ന് കണ്ട് പിന്നെ നേരെ വന്ന് കണ്ട് നമ്മളൊരു ഒഴിഞ്ഞൊരു റൂം കണ്ട് നമ്മളൊരാളവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം വേണം എന്ന് പറഞ്ഞു വരില്ലല്ലോ. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അത് കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം. അത് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എന്താണോ അത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ആ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പിന്നെ എന്താണ് ബിസിനസ് നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്ലാരിറ്റി വരുത്തി നമുക്കത് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരാളും നമ്മളെ കൂടെ നമ്മളെ അസോസിയേറ്റ് നിൽക്കും എന്നുള്ളതാണ്. അതിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ കുറെ ആളുകളോട് നമ്മൾ പറയുന്ന ടൈമിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇതൊരു മണി ചെയിൻ പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ റെഫർ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് കുറെ ആളുകൾക്ക് കിട്ടിയ ഒരു പിന്നെ റെസ്പോൺസ് ചെയ്യണം. നമ്മൾ ഓരോ ആളുകളെ ടീമിനായിട്ടും മീറ്റ് ചെയ്യുന്ന ടൈമിലും അവർക്ക് പറയുന്ന കാര്യങ്ങളാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഒരു പിന്നെ സംഭവമാണ് പറയുന്നത് എന്നുള്ള പറയും. നമ്മൾ അതിനൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഗൂഗിൾ പേ വെച്ച് നോക്കിയാൽ മതി. ഗൂഗിൾ പേ ഇറങ്ങിയ ടൈമിൽ എന്തായിരുന്നു, ഒരാളും ആ ഗൂഗിൾ പേ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു. നമ്മൾ നാട്ടുമ്പുറങ്ങളിലെ കുറെ പിന്നെ വില്ലേജുകളിലെ ഷോപ്പുകളിലൊന്നും ഗൂഗിൾ പേ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ എടുക്കൂല എന്ന് പറഞ്ഞു. ഗൂഗിൾ പേ എടുക്കാത്ത ഷോപ്പുകളിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് സെയിലുകൾ കുറഞ്ഞു. ആളുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു. ആളുകൾ അപ്ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഗൂഗിൾ പേ എവിടെയുള്ളൂ അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങും. അപ്പൊ സെയിൽസ് കുറയും. സെയിൽസ് കുറഞ്ഞ ടൈമിലാണ് ഇവർക്ക് മനസ്സിലായത് നമ്മളും അപ്ഡേറ്റ് ആവണം എന്നുള്ളത്. അത് അപ്ഡേറ്റ് ആയപ്പോൾ മാത്രമാണ് അവിടെ സെയിൽ കൂടിയത്. അവർ ഇപ്പോൾ ഏതൊരു ഷോപ്പ് പോയി കഴിഞ്ഞാലും, നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിൽക്കേണ്ട ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞ് ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ വരെ നമുക്ക് എന്താണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അതേപോലുള്ള UPI ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്താണ് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അതേപോലെ നമ്മൾ ഗൂഗിൾ പേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്ത കാര്യം അത് തന്നെയായിരുന്നു, മാർക്കറ്റിംഗ് അവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് റെഫറൽ കൊടുത്തു കഴിഞ്ഞാൽ ആ റെഫറലിൽ അവരെന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആരാണ് കൊടുത്തത് അവർക്കൊരു റിവാർഡ് അവർ കൊടുത്തിരുന്നു. ആ റിവാർഡ് കൊടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് നമുക്ക് കാര്യങ്ങൾ ആദ്യം മനസ്സിലായി. ഞാൻ കുറെ ചിന്തിച്ച കാര്യമാണ് എന്താണ് ഇവർക്ക് അതുകൊണ്ട് ലാഭം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോ പിന്നെ ഒരാൾക്ക് ഇപ്പോ അനസ്ബ്രോന് ഞാൻ ഗൂഗിൾ പേ എൻ്റെ ഒരു ലിങ്ക് വെച്ചിട്ട് അനസ്ബ്രോ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തു.
അനസ് ബ്രോ അതിൽ നിന്നൊരു 1000 രൂപ നേരെ പിന്നെ ഇല്ലാസ്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാസ്ക്ക് കിട്ടേണ്ട 1000 രൂപ അനസ് ബ്രോന്റെ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ അനസ് ബ്രോന് പോകുന്നതും 1000 രൂപയാണ്. പക്ഷെ എനിക്ക് ആ ടൈമിൽ അനസ് ബ്രോ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയോണ്ട് എന്റെ റെഫറൽ വെച്ചതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഒരു റിവാർഡ് ആയിട്ട് ഗൂഗിൾ പേ എനിക്കൊരു എമൗണ്ട് തന്നിരുന്നു. പക്ഷെ ആ ടൈമിൽ നമ്മൾ ആലോചിച്ചത് എന്താണ്, അനസ് ബ്രോക്ക് ക്യാഷ് പോകുന്നില്ല, ഇല്ലാസ്ക്കും ക്യാഷ് പോകുന്നില്ല. പക്ഷെ എന്താണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ അവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഫസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും നമ്മൾ പല ആളുകളുടെ അടുത്തും എന്താണ് കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. എല്ലാം നമ്മൾ എന്താണ് ഗൂഗിൾ പേയിലായിരിക്കും. ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മളെ പിന്നെ ബാങ്കിലായിരിക്കും. നമുക്ക് ഡയറക്റ്റ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കത് പിന്നെ സ്കാൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അത് അവരൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. പക്ഷെ അന്ന് അവര് ആ ഒരു മുടക്കിയ എമൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ അവർ അതിന്റെ എത്രയോ ഡബിൾ ആയിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. ഇപ്പോ ഒരു മൊബൈൽ ഷോപ്പ് ആദ്യം കുറെ ഏത് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാലും ഒരു റീചാർജ് ചെയ്യേണ്ട ഒരു ചെറിയ കടകളുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കത് കാണാൻ കഴിയുന്നില്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേരെ ഗൂഗിൾ പേയിൽ പോയിട്ട് നമ്മൾ റീചാർജ് ചെയ്യും. അതേപോലെ പിന്നെ വേറെ എന്ത് കാര്യമാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ നമ്മൾ എന്താണ് അതിന് ആ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് നമ്മൾ നേരെ എന്താണ് ഗൂഗിൾ പേ സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടോ ആണ് നമ്മൾ എന്താണ് ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സർവീസും എന്താണ് ഗൂഗിൾ പേക്ക് അവർക്ക് അതിന്റെ ഒരു സർവീസ് ചാർജ് കിട്ടുന്നുണ്ട് എന്നുള്ള. അപ്പൊ അതിനു വേണ്ടിയാണ് അവർ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ആദ്യം ഉപയോഗിച്ചത്. അതേപോലെ നമ്മളെ ബിസിനസ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവര് കുറെ ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് എന്താണ് ഇവർക്ക് ലാഭം എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനുള്ള ഉദാഹരണമാണിത്. നമ്മളിത് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് 100% ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടേണ്ട ഒരു ടോക്കൺസ് നമുക്ക് റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു ഭാവിയിലേക്കുള്ള അസറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു അസറ്റ് മാക്സിമം നമുക്ക് എന്താണ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അസറ്റിന്റെ വാല്യൂ കൂട്ടാനുള്ള കാര്യങ്ങളാണ് എന്താണ് ക്രിയേറ്റർമാരും ഇതിന്റെ പിന്നെ ക്രിയേറ്റർമാർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ് ഈ വാല്യൂ കൂടി കഴിഞ്ഞാലാണ് അവർക്ക് അതിനുള്ള അസറ്റ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ അതേപോലെ നമ്മൾ എന്താണ് മാക്സിമം നമ്മൾ മാർക്കറ്റിംഗ് കൊടുക്കുക. അതേപോലെ സെയിൽസ് മാർക്കറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സെയിൽസ് കിട്ടുക. സെയിൽസ് കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാവും. എന്താ നമുക്ക് മാക്സിമം പിന്നെ ടോക്കൺസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ ഒരു മെഷർമെന്റ് എടുക്കണം. മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പിടിച്ചാണ്ട് എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്ത ബിസിനസ് എന്താണ്, നമ്മളിപ്പോ ഇന്നൊരു പിന്നെ എല്ലാ ദിവസങ്ങളും വൈകുന്നേരം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത്, നമ്മൾ ബിസിനസ്സിൽ ഇന്ന് നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പിന്നെ ഇന്നൊരാൾക്ക് പ്ലാൻ കൊടുത്തു. കുറെ ആൾക്കാരെ പ്രശ്നമാണ്, ഞാൻ പ്ലാൻ കൊടുത്തു, കുറെ പ്ലാൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 5-10 പ്ലാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരാളും ക്ലോസ് ആവുന്നില്ല. എന്താണ് ക്ലോസ് ആവാത്തത് എന്നുള്ള രീതി കൂടിയുള്ള കുറെ ആളുകളെ പിന്നെ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. ഈ ക്ലോസ് ആവാത്തത് എന്താണ് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ള എല്ലാ ദിവസവും രാത്രി നമ്മൾ പിന്നെ ഒന്ന് എഴുതി വെക്കുക. നമ്മുടെ അടുത്ത് എപ്പോഴും പിന്നെ എല്ലാ ആളുകളും പറയുന്ന കാര്യമാണ്, പിന്നെ നമുക്ക് വരുന്ന എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് എന്താണ് പിന്നെ ഷാജാൻ സാർ ആണെങ്കിലും മറ്റുള്ളവർ പറയുന്നത് ഒരു ഡയറി നമ്മൾ കയ്യിൽ വേണമെന്നുള്ള. ഈ ഡയറിയിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. നമ്മൾ ഒരാളൊരു പ്ലാൻ കൊടുത്തു. ഈ പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ കൊടുത്ത ആളെ പേര് എഴുതാം. നമ്മൾ അവരെ കണ്ടു, അവരോട് കറക്റ്റ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവര് പറഞ്ഞ നാളെ പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്താ പറഞ്ഞു കൊടുത്തത്, നമ്മൾ കൊടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മളെ തെറ്റുകൾ നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മൾ പ്ലാൻ കൊടുക്കേണ്ട കാര്യത്തിൽ. അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങൾ നമുക്ക് മാറ്റം വരുത്താം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ കണ്ടന്റ് എന്താണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. പക്ഷെ ആ പറയുന്ന ശൈലി ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബിസിനസ് ക്ലോസ് ആവുന്നില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഗ്രോത്ത് എന്താണ് എന്നുള്ളത് നമുക്കൊരാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ പിന്നെ നമ്മളെ ബിസിനസ് നമ്മൾ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ വന്നിട്ടുണ്ട്, വേറൊരാളോട് പറയുന്ന ടൈമിൽ അവര് ബിസിനസ്സിൽ ചേർന്നില്ല, എന്താണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. അല്ല വേറൊരാളോട് പോയിട്ട്
ആ ഒരു ബിസിനസ് ക്ലോസ് ആവില്ല. അപ്പൊ എന്താണ് അവർക്കറിയില്ല, നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് അറിയില്ല. പക്ഷെ അത് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും കയറണം. നമ്മൾ ഇപ്പോ 7 AM ക്ലബിലാണെങ്കിലും അതേ നമുക്ക് BOP സെഷനാണെങ്കിലും പിന്നെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ പഠിക്കുക എന്നുള്ളത്. നമ്മൾ BOPയിലേക്ക് പറഞ്ഞാൽ ഒരാള് ഇപ്പോ കുറെ ആളുകൾ എന്താ ചെയ്യാ, ഇപ്പോ ജുവേരി മാഡം പിന്നെ BOP എടുക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ജുവേരി മാഡത്തിന്റെ BOP വരുന്ന ടൈമിൽ ഞാൻ ഓൾറെഡി BOP കേട്ടതാണ്, അപ്പൊ ഇനി അത് നമുക്ക് പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമുക്ക് ആ ഒരു ഫസ്റ്റ് അവർ പറഞ്ഞ പോലെ ആവൂല. രണ്ടാമതൊരു ക്ലാസ് വരുന്ന ടൈമിൽ അവര് നമ്മൾ സ്വന്തമായിട്ട് എന്താണ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ഉണ്ടാവും. ആ ഇമ്പ്രൂവ്മെന്റിൽ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മളെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാറ്റി വരുത്താൻ കഴിയും, മാറ്റി വരുത്തിയിട്ടുണ്ടാവും. അപ്പൊ അത് ഒരാളെ പിന്നെ BOP ആണെങ്കിലും ഇറ്റ പ്രാവശ്യം അത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്കത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. പിന്നെ ഒരു BOP കേട്ട് കഴിഞ്ഞാൽ വേറൊരാളെ BOP നമ്മൾ ആളെ നോക്കിയിട്ട് BOPയിൽ കയറരുത്, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ ഏതൊരാളെ ഒരു പിന്നെ BOP എടുക്കുകയാണെങ്കിലും നമ്മളത് കയറി കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളായിരിക്കും, പല ആളുകൾക്ക് പല കാര്യങ്ങളായിരിക്കും കിട്ടുക. ആ കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിന് എടുത്തിട്ട് നമുക്ക് ഒരാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞത് പോലെയൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് നമുക്കത് ക്ലോസ് ഉണ്ട്. അപ്പൊ രണ്ടാമത് വേറെ ആളെ ഇതിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ എന്താണ് അത് വേറെ രീതിയിലേക്കാരും അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ക്ലബ് ചെയ്ത് കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതില് ഒരു പിന്നെ നല്ല രീതിയിൽ എന്താണ് നമ്മൾ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതിനാണ് നമ്മൾ മെഷർമെന്റ് എടുക്കണം എന്ന് പറഞ്ഞത്. എല്ലാ ദിവസവും നമ്മൾ ചെയ്തത് എന്താണ് എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ എന്താണ് ഒന്ന് പിന്നെ നമ്മളെ പറ്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ എന്താണ് ചെയ്തത്, എന്താണ് കാര്യങ്ങൾ ചെയ്തത്, അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെ പോകണം, പിന്നെ ഇപ്പോ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ പിന്നെ കുറെ ഇപ്പോഴും ആളുകളെടുത്ത് നമ്മളൊരു പിന്നെ LTP പ്രോഗ്രാമിനോ അല്ലെങ്കിൽ BOP നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഏത് പ്രോഗ്രാം എന്നാലും ഒരു ഡയറി പോലും ഇല്ലാതെ ഒരു പേപ്പർ പോലും ഇല്ലാതെ വരുന്ന ആളുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ RTPക്ക് ആണെങ്കിലും പിന്നെ LTPക്ക് ആണെങ്കിലും നമ്മൾ അവിടുത്തെ ഒരു ഡയറി പിന്നെ ബുക്കോ അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ നോട്ടൊക്കെ കൊടുക്കലുണ്ട്. RTPക്ക് നമ്മൾ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ RTP കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യലുണ്ട്, എന്തെങ്കിലും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അന്ന് ആ 2 ദിവസം അവർ ഫുള്ള് ഓണായിരിക്കും. ഫുള്ള് ഓൺ ഓരോ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ ആ പിന്നെ നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവർ ലാസ്റ്റ് പോകുന്ന ടൈമിൽ ആ നോട്ട് പാഡ് അവിടെ ഇട്ടാണ് പോലും. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതിനാണ് പറഞ്ഞത് നമ്മൾ ഡയറി എല്ലാ കയ്യിലും ആൾക്കാരുടെ കയ്യിലും ഒരു ഡയറി വേണമെന്ന് പറഞ്ഞു. ഈ ഡയറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതേപോലെ നമ്മൾ പ്ലാൻ പറയുന്ന ടൈമിൽ നമ്മോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പിന്നെ നമ്മളെ ഇരുന്നത് അല്ലെങ്കിൽ നമ്മളെ അപ്ലൈനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ആ ടൈമിൽ തന്നെ ഒന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ടൈമിൽ തന്നെ വിളിക്കുക. വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ട് പറഞ്ഞു തരാം എന്നുള്ളത് പറയാം. ആ രീതിയിൽ കൂടി അത് ഒരാളില്ലെങ്കിൽ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അവരെന്നെ കിട്ടണം എന്നുള്ള ഒരു വാശി പിടിക്കാതെ വേറെ ആളുകളുണ്ട്. നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് കുറെ ആളുകളുണ്ട്, 11 ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉണ്ട്. അവരെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ കിങ് മേക്കേഴ്സ് ഉണ്ട്, കിങ് സർക്കിൾ ഉണ്ട്, നമ്മൾ ഓരോ ലീഡേഴ്സ് ഉണ്ട്. അവരെ ആരെയാണോ നമുക്ക് ആ ടൈമിൽ അവൈലബിൾ അവരെ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ആ ടൈമിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വിളിച്ച് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരും. അത് പറയുന്ന ടൈമിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോ എന്നോട് വന്ന് ചോദിക്കണം, എന്നോട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്കത് അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ആ ടൈമിൽ ഞാനത് വേറെ ആൾക്ക് വിളിച്ചുകൊണ്ട് ഞാൻ നേരെ അസിംഗ് വിളിക്കുക, അസിംഗ ഒരാൾക്ക് കൊടുക്കട്ടോ എന്ന് പറഞ്ഞാൽ നേരെ കൊടുക്കരുത്. അസിംഗ വിളിക്കുന്ന ടൈമിൽ എന്താണ് പറയണ്ടേ, ഞാൻ ഇങ്ങനൊരു പിന്നെ ഇതിന്റെ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ എന്താണ് അതിന് മറുപടി കൊടുക്കേണ്ടത് ഒന്ന് അസിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കൂടി ചോദിക്കും. മറ്റേത് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ടൈമിൽ അവരും എന്താണ് പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ആ ആളെ എങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പൊ അസിംഗ് എങ്ങനെയാണോ ആ ടൈമിൽ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആ ടൈമിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് മാത്രം വേറൊരാൾക്ക് ഫോൺ കൊടുക്കുക.
നമ്മളെ പിന്നെ വന്നിട്ടുള്ള നമ്മൾ പിന്നെ പ്ലാൻ കൊടുക്കുന്ന ആൾക്ക് നമ്മൾ എന്താണ് ആർക്കാണോ ഡൗട്ടുള്ള അവർക്ക് പ്ലാൻ കൊടുക്കുക. എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെ സംഭവം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കുറെ ആളുകൾ നമുക്ക് വിളിച്ചിട്ട് നേരെ പറയും പിന്നെ ഇന്നൊരാള് പിന്നെ ഞാൻ പിന്നെ ഇതാണ് ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടോ എന്ന് പറയും. നേരെ അവർക്ക് കൊടുക്കുക. നമ്മൾ എന്താണ് അവിടെ പിന്നെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അവരെന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് അവർ പറയുമ്പോൾ പറയും അത് എന്താണ് പറഞ്ഞത് എന്ന് പറയും. അപ്പൊ എന്താണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ആ കാര്യം എന്താണെന്ന് അറിയണ്ടേ. ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണ് പഠിച്ച് മനസ്സിലാക്കുക. ഓരോ ആളുകൾക്കും നമ്മോട് കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ മെഷർമെന്റ് കാര്യങ്ങൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, നമ്മളത് കറക്റ്റായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. അതേപോലെ ലേണിങ് നമ്മൾ ഏതൊരു ആളുകളാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഏത് ചെറിയ കുട്ടികളെ അടുത്തുനിന്ന് വരെ നമുക്ക് എന്താണ് നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടും. കുറെ ആളുകൾ ഉണ്ടാവും പിന്നെ ഒരാൾ പറയുമ്പോൾ നമ്മളിതിലേറെ ചെറിയ ആളെ അവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള കുറെ ആളുകൾ പറയുന്ന ആൾക്കാരുണ്ട്. അവര് പറഞ്ഞു കേൾക്കും. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ഞാൻ ഏതൊരു ചെറിയൊരു കുട്ടി എന്ത് പറഞ്ഞാലും അതുവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളൊരു ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ അവർ ചെയ്യുന്ന കുട്ടികളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് കുറെ പഠിക്കാണ്ട്. നമുക്ക് ഞാൻ എൻ്റെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു 4 വർഷം മുമ്പ് പിന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഫോണിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി എന്തോ പിന്നെ ഷോപ്പിന്റെ കാര്യം എന്തോ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് പിന്നെ ഞാൻ ഫോൺ എടുത്ത് റോഡ് ഭയങ്കര ട്രാഫിക്കാണ്. ഫോൺ എടുത്ത് ഞാൻ അതിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ഇടയിൽ എൻ്റെ കൂടെ മോനുണ്ടായിരുന്നു. മോൻ നേരെ വാങ്ങിയിട്ട് എൻ്റെ ഫോൺ ഞാൻ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങി. മോൻ നേരെ അത് ടൈപ്പ് ചെയ്ത് എനിക്ക് അതാ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. പക്ഷെ ഞാൻ ആ ടൈമിൽ ചിന്തിച്ച അവൻ അന്ന് 4ാം ക്ലാസ് പഠിക്കുന്ന ടൈം, 3 കഴിഞ്ഞ് 4ക്ക് എത്തുന്നുള്ളൂ. ആ ടൈമിലാണ് ഉള്ളത്. ഇവരെങ്ങനെ ഈ ഒരു കാര്യം ടൈപ്പ് ചെയ്ത് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി അത് നോക്കിക്കൊണ്ടിരിക്കാം. ആ ടൈപ്പിൽ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് ഞാനൊന്ന് ചോദിച്ച ടൈമിൽ പറഞ്ഞത് പിന്നെ നമ്മൾ സാധാ ഗൂഗിളിൽ പോയിട്ട് അതിൽ നമ്മൾ പ്രസ് ചെയ്തിക്കാണ്ട് അതിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെർച്ച് ആ ഒരു കാര്യം കിട്ടും എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ആ ടൈം വരെ ഞാൻ ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനെ പറ്റി നമുക്ക് ഒരു അറിവില്ലായിരുന്നു. ഒന്നത് നമ്മൾ അതിനെ പറ്റി പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇവര് ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറെ കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റി. എന്നാൽ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് ഇതേമാതിരി ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് എന്താണ് ആ വോയിസ് ഓൺ ആക്കിയിട്ട് നേരെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഏതൊരാൾ പറയുകയാണെങ്കിലും നമ്മൾ എന്താണ് അത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള. നമ്മൾ ഒരാൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ നമ്മളെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു ആളോട് ചോദിക്കുക അവർ പറഞ്ഞ അത് ശരിയല്ല എന്നുള്ള രീതി അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഏതൊരു പിന്നെ എല്ലാം പഠിച്ച ഒരാൾ ഒരിക്കലും കേൾക്കുന്നുണ്ടാവില്ല. നമ്മൾ നെവർ സ്റ്റോപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞില്ലേ. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് തീരാത്ത കാര്യങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും നമ്മൾ എന്താണ് അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഓൾറെഡി ചെയ്ത് നമുക്ക് പഠിത്തത്തിന് കാലം കഴിഞ്ഞു, ഇനി നമുക്കത് ഒന്നും ചെയ്യണ്ട, അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ഒരിക്കലും എന്താണ് ഗ്രോത്ത് ആവില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് ഓരോ ദിവസവും നമ്മൾ എംപവർ എന്നുള്ള അക്കാദമി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും 7 AM ക്ലബ് ഉണ്ട്. അതേപോലെ പിന്നെ ഈവനിങ് ആണെങ്കിൽ ടീം മീറ്റ് ഉണ്ടാവുന്നുണ്ട്. എംപവറിന്റെ മൊത്തത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാവലുണ്ട്. അതേപോലെ ഗ്രാൻഡ് അസോസിയേഷൻ ഉണ്ടാവലുണ്ട്. പിന്നെ BOP സെഷൻ ഉണ്ടാവലുണ്ട്. അതേമാതിരി ഫിസിക്കൽ ആയിട്ടാണെങ്കിൽ LTP RTP പോലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് നമ്മളെ ബിസിനസ്സിന് പറ്റി നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് എന്താണ് ഒരു പാഷൻ വേണം. അതിന് നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ള പറഞ്ഞു. ഈ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് കറക്റ്റായി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അതിൽ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്.
അതിനു വേണ്ടി നമ്മൾ ഓരോ ടൈമും നമുക്ക് കുറച്ച് ഓരോ ദിവസവും കുറച്ച് ടൈം എന്താണ് അതിനു വേണ്ടി മാറ്റി വെക്കുക, പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാവണമെന്നില്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട ഓരോ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള. നമ്മള് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞാല് അവർ ഓരോ ദിവസവും എന്താണ് ഫസ്റ്റ് ഒക്കെ പറഞ്ഞാല് ടീച്ചേഴ്സ്, നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മള് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നും ഒരേ കാര്യങ്ങളെ നമ്മൾ സംസാരിക്കുക. അവര് എപ്പോഴും അന്നും ഇന്നൊക്കെ ഒരേപോലെ നിൽക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ ഇപ്പോ ഉള്ള ഓരോ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഉള്ള ടീച്ചേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണ്? ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറി. എന്നാല് സാധാ പോലെ അല്ല ഇപ്പൊ ക്ലാസ്സുകൾ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇന്ന് ഒരു ക്ലാസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവർ ആദ്യം പഠിക്കണം. അത് പഠിച്ചിട്ടാണ് അവർക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് അത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് എന്താണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ അടുത്തുള്ള കാര്യങ്ങളും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ ഓരോ ആളുകളെ അടുത്തുനിന്നും നമ്മൾ കാര്യങ്ങൾ കേൾക്കുക. ആര് എന്ത് പറയുകയാണെങ്കിലും നമ്മളത് കേൾക്കുക. അത് കേട്ടിട്ട് അതിൽ പോസിറ്റീവ് നമ്മൾ എടുത്താൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് എന്താണോ അതിലുള്ള പോസിറ്റീവ് അത് എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നേരെ ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോ ഈ മാസം ലാസ്റ്റ് വെച്ചിട്ട് നമ്മള് പിന്നെ RTP നമുക്ക് കോഴിക്കോട് എറണാകുളം വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതില് മാക്സിമം ആളുകൾ എന്താണ് നമുക്ക് ഇതിനെപ്പറ്റി ഇപ്പോ ഇനി നമുക്ക് ഈ .4 നമ്മള് സെക്കൻഡ് പ്രൊജക്ട് വന്നു. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് എന്താണെന്നുള്ളത് A to Z കാര്യങ്ങൾ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. അതേപോലെ ഷാജാൻ സാറാണ് അവിടെ പ്രോഗ്രാമിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷാജാൻ സാറ് ക്ലാസ്സൊക്കെ കേട്ട ആളുകൾക്ക് അറിയാം എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ LTPക്ക് വന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഒരു പിന്നെ ഒന്നും ചെയ്യാത്ത ആളുകള് അല്ലെങ്കിൽ നമ്മള് പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ നോക്കുകയാണെങ്കിൽ ലിബി സാറൊക്കെ അതിന് എക്സാമ്പിളാണ്. ലിബി സാറൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാല് എന്താണ് നമ്മളൊക്കെ റോൾ മോഡലായി കാണേണ്ട ഒരാളാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്താണ് പിന്നെ ആ ഒരു പ്ലാനിങ് കാര്യങ്ങളുണ്ടല്ലോ അത് കറക്റ്റാണ്. അതെന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള LTPയിലും അങ്ങനെ പിന്നെ ഉള്ള പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി എല്ലാ ദിവസവും കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എംപവർ മാക്സിമം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണോ വേണ്ടത്, പിന്നെ നമ്മൾ LTP ആണെങ്കിലും RTP ആണെങ്കിലും അതായത് ടീം മീറ്റ് ആണെങ്കിലും നമ്മൾ ഏത് ടൈമിലും ആണെങ്കിലും നമ്മൾ എന്താണ് പിന്നെ ക്ലാസ്സുകൾ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. പല ടീമിന്റെ മീറ്റിംഗ് കാണുന്നുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം നമ്മൾ 3 മണിക്കൊക്കെ ചിലപ്പോൾ ചില ടീം മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നെ സൂമിന്റെ പോസ്റ്റർ കാര്യങ്ങൾ കാണലുണ്ട്. അതേപോലെ വൈകുന്നേരങ്ങളിൽ തന്നെ രാത്രി തന്നെ ചിലപ്പോൾ 8 മണിക്ക് കാണലുണ്ട്, 9 മണിക്ക് ഉണ്ടാകലുണ്ട്, 10 മണിക്ക് ഉണ്ടാകലുണ്ട്. 10:30-11 മണിക്ക് വരെ നമ്മൾ എന്താണ് സൂമില് എന്നാൽ ഇവിടെ ആ ടൈമിൽ നമ്മൾക്ക് 9 മണിക്ക് ചിലപ്പോൾ കയറാൻ പറ്റാത്ത ആളുകളുണ്ടാവും, വിദേശത്തുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ അവർ ഫ്രീ ആവുക 10 മണിക്ക് ശേഷമാണ് ഓരോ ഇത്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ എന്താണ് ആ ഒരു ടീമിന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ എന്താണ് ആ ടൈമിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളത് ചോദിച്ചു വാങ്ങാന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മളത് ആരാണോ നമ്മൾ കൊടുക്കുന്നത് അവരോട് പറയാം ഇങ്ങനെ സംഭവം എനിക്ക് ഇതിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ എന്റെ ടീമുണ്ട് ആ ടീമിന് അത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും നോ പറയില്ല. അത് കറക്റ്റായിട്ട് നമ്മൾ എംപവറിനെ സംബന്ധിച്ച് എന്താണ് അത് ഒരാളില്ലെങ്കിൽ വേറൊരാള് അത് കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ അതിന് എനി ടൈമിലും നമുക്ക് എന്താണ് സൂമോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ടീമിന് വെച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അതിന് അത്യാവശ്യം കേപ്പബിളായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ എംപവറിൽ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി കൂടി ഈ ഒരു എഡ്യൂക്കേഷൻ അക്കാദമി കൂടി വളർന്നു വന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ചിലപ്പോ ഞാൻ പറയുന്ന പോലെ ആവില്ല വേറൊരാൾ പറയുന്നത്, മറ്റേ ആൾ പറയുന്നത് പോലെ അല്ല വേറെ ആൾ പറയുന്നത്. നമ്മൾ ഒരാളിന് മാത്രം വേണം എന്നുള്ള വാശി പിടിക്കാതെ എല്ലാവരെയും നമ്മൾ യൂസ് ചെയ്യാന്നുള്ള നമുക്ക് പറ്റുന്ന ലീഡേഴ്സ് ഉണ്ടാവും. ആ ലീഡേഴ്സിന് നമ്മൾ എന്താണ് അവരുടെ അടുത്ത് നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ടീം മീറ്റ് വെക്കുന്ന ടൈമിൽ തന്നെ കുറെ ആളുകൾ ടീമുകളുണ്ടാവും. ആ ടീമിലൊക്കെ എന്താണ് അവരെ നമുക്ക് ഇപ്പോ ഒരു ദിവസം ഒരാളാണ്, പിറ്റേ ദിവസം അവരാണ്, പിറ്റേ ദിവസം അവർ, എല്ലാ ദിവസവും ഒരാളാണ് ക്ലാസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകൾക്ക് ഒരു മടുപ്പ് വരും. പക്ഷെ അത് ഡിഫറെന്റ് ആളുകളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം എടുത്ത ആളെ പിറ്റേ ദിവസം എടുക്കാതെ അത് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ നമ്മുടെ ടീമിൽ തന്നെ നമ്മളൊരു പിന്നെ ഇപ്പോ ഒരുവിധം ആളുകൾക്കൊക്കെ എന്താണ് കുറെ ടീമുകളായി.
ഇപ്പൊ നമ്മള് പ്രീമിയർ ലീഗ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറെ ടീമായി ഇപ്പൊ നമ്മള് പിന്നെ എംപവറിന്റെ കീഴിൽ. അപ്പൊ ഈ ഒരു ടീമില് ഓരോ പിന്നെ ടീം ബേസ് ആയിട്ട് അവര് ക്ലാസ് കൊടുക്കുക. അവർക്കൊരു കോർ ഉണ്ടാവും. ഈ ഒരു കോറിൽ വെച്ചിട്ട് അവര് ആ കോറിലുള്ള ആളുകളെ ആദ്യം എന്താണ് ഇമ്പ്രൂവ് ചെയ്യുക, അവർക്ക് ഉള്ള കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് അവരുടെ ടീമിനുള്ള ഒരു സൂം വെച്ച് കൊടുക്കുക. ഓരോ ദിവസവും ഓരോ പിന്നെ ആളുകളെ നമ്മളിപ്പോ ഒരു കോറിൽ ഒരു 10 ആളുകൾ ഉണ്ടെങ്കിൽ 10 ദിവസം ഓരോ ആളുകൾ ക്ലാസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. നമ്മൾ വേറൊരു ടീമിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ സബ് ടീം ഉണ്ടാവും, ആ സബ് ടീമിന് ക്ലാസ് കൊടുക്കുക. നമ്മൾ ആ ടീമിന് മൊത്തം ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ KGF തന്നെ കുറെ സബ് ടീമുകളുണ്ട്. അപ്പോൾ ഇപ്പൊ കരീബിയൻ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ കരീബിയൻ ഫോഴ്സിലെ ഒരു പിന്നെ ലീഡേഴ്സ് കോർ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. ഈ മെമ്പേഴ്സ് അധികം ദിവസങ്ങളിൽ എന്താണ് കരീബിയൻ ഫോഴ്സിന്റെ സൂം വെച്ചിട്ട് അവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇവരെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് KGFന്റെ മൊത്തം ടീമിനൊരു പിന്നെ പ്രോഗ്രാം വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു സൂം വരുന്ന ടൈമിൽ അവർക്ക് ആ രീതിക്ക് മാറാനുള്ള ഒരു കഴിവ് വരും. എന്നാൽ അത് നമ്മൾ എത്രത്തോളം നമ്മൾ അത് പിന്നെ ക്ലാസ് കൊടുക്കണോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ, എത്രത്തോളം നമ്മൾ പഠിക്കണോ, അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്താണ് നമ്മളെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം എന്താണ് യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ പിന്നെ ഓക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചാലും എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് നമ്മളെ ലൈഫിൽ നമുക്ക് കാലാകാലം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പോ പഴയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ അറിയില്ല, കുറച്ച് പ്രായമുള്ള ആളുകൾക്ക്. പക്ഷെ അവർക്ക് ഇപ്പോ ഒരുവിധം ആളുകളൊക്കെ എന്താണ് ഗൂഗിൾ പേ യൂസ് ചെയ്യണം. പിന്നെ ഇപ്പൊ സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു ആളുകൾ ഉണ്ടാവില്ല. നമുക്ക് എന്ത് കാര്യങ്ങളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ടൈമിൽ കിട്ടാനുള്ള കുറെ സൊല്യൂഷൻസ് ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഈ രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാണ്ട് കിട്ടാണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യം എന്ത് ഡൗട്ട് വരികയാണെങ്കിലും നമ്മൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരാളോട് ചോദിക്കാം അല്ലെങ്കിൽ വേറെ ആളോട് ചോദിക്കാം എന്നുള്ള രീതിയിലാക്കാം. നമ്മൾ വേറെ ആളോട് ചോദിക്കുന്ന ടൈമിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു നമ്മളിപ്പോ ഒരു ബിസിനസ് നമ്മളിപ്പോ ഒരാൾക്ക് പ്ലാൻ കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ കേട്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് എന്താണ് നമ്മളെ ഫ്രണ്ട് ഉണ്ടാവും, ചെന്നോട് പറയും അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, എന്താണ് എന്റെ അഭിപ്രായം ചോദിക്കും. അവർ തട്ടിപ്പാട്ടോ അത് നോക്കണ്ടോ അറിയും. അങ്ങനെ കുറെ തട്ടിപ്പുകൾ വന്നിട്ടുണ്ട് അറിയും. പക്ഷെ അതുകൊണ്ട് ആർക്കാണ് നഷ്ടം വന്നത്? നമ്മള് ബിറ്റ് കോയിൻ വന്ന ടൈമില് കുറെ ആളുകൾ എന്താണ് അന്ന് ആ ടൈമിൽ നമ്മളെല്ലാവരുടെ കയ്യിലും എന്താണ് ഒരു 100 രൂപക്കോ 1000 രൂപക്കോ നമുക്ക് ബിറ്റ് കോയിൻ എടുക്കാൻ കഴിയും. ഞാൻ ബിറ്റ് കോയിൻ നഷ്ടപ്പെടുത്തിയ ആളാണ്. പക്ഷെ അത് ഒരാളെ ഒറ്റ വാക്കുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതും പിന്നെ അന്ന് അത് മാത്രമല്ല നമുക്ക് അതിനെ പറ്റി പഠിക്കാനും പറ്റില്ല. അപ്പോൾ അത് ലാസ്റ്റ് ആ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഇതിന് വാല്യൂ കൂടിയ ടൈമിൽ നമ്മൾ ഇയാളോട് പറയുന്നത് നീ പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ കൊടുത്തത്, അല്ലെങ്കിൽ അതിനോട് ആ ഒരു പിന്നെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ആ പ്രോജക്റ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്, നമുക്ക് ആ വാല്യൂ അവർ തരുമോ? അവർ ചോദിച്ചു കഴിഞ്ഞാൽ തരുമോ? ഇല്ല, ഒരാളും തരില്ല. അപ്പൊ അതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാൽ നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് സംസാരിക്കുക. നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോവുക എന്നല്ലാതെ അതിന് പകരം നമ്മൾ വക്കീലിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അതറിയുന്ന ആരാണോ അതിനെപ്പറ്റി അറിയണത് അവരോട് അതിനെ പറ്റിയുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ ഈ ഒരു എംപവറിന്റെ കൂടെ വരുന്ന ടൈമിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രൊജക്ട് ചെയ്തിട്ടുമില്ല. പക്ഷെ നമ്മളൊരു അടുത്തൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഞാനത് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഇൻവെസ്റ്റ് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഡീസെൻട്രലൈസർ എന്താണ് സെൻട്രലൈസർ എന്താണെന്ന് അറിയാത്ത ടൈമിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ അവര് പറഞ്ഞു ഒരു കുറച്ച് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി എത്ര കിട്ടും. അവർ എനിക്കൊരു പിന്നെ അവരുടെ ഫോണിലൊരു ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നു, എനിക്ക് ഡെയിലി ഇത്ര വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എന്നാൽ ഞാനും ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എമൗണ്ട് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഡെയിലി ക്യാഷ് വരുന്നുണ്ട്. പക്ഷെ അത് ആ ആപ്പിലാണ് വരുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് നമ്മൾ ആ ഒരു ലെവലിൽ എടുത്തു. അത് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനോടും പറഞ്ഞു. ആ 2 ഫ്രണ്ട്സും എന്താണ് അത് ആക്റ്റീവ് ആക്കി. അവർ ഇതേമാതിരിക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അവർ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടും ഇതിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. വിഡ്രോ ചെയ്യാൻ വേണ്ടി അവരോട് ചോദിക്കുന്ന ടൈമിലേക്ക് അവർ പറയുന്നത് എന്താണ് അത് കുറച്ചും കൂടി കഴിയും എന്ന് പറയാം. പക്ഷെ അവര് ഒരു സ്ട്രാറ്റജി ബിസിനസ് എങ്ങനെയാ വെച്ചാല് നമുക്ക് കിട്ടിയ അത് വെച്ചിട്ട് അവർക്ക് ആക്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്.
നമ്മൾ പുതിയൊരാളെ ആക്ടിവേഷൻ കൊടുക്കാന്നില്ല, അങ്ങനെയാണ് അവർ ക്യാഷ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആപ്പ് ഓപ്പൺ ആവാതായി. പിന്നെ നമ്മളതിൽ ഓരോ എററുകൾ വരിക, ആപ്പ് ഓപ്പൺ ആവാതെ കുറച്ച് ഏകദേശം ഞാൻ ജോയിൻ ചെയ്തൊരു 1-1.5 മാസം കൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റ് അവിടെ സ്റ്റോപ്പായി. അതോടുകൂടി അതും ഒരു ക്രിപ്റ്റോ ബേസ്ഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ട്, ബിറ്റ് കോയിൻ ബേസ്ഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ബിറ്റ് കോയിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നടക്കേണ്ട ഒരാളായിരുന്നു ഞാൻ ഫസ്റ്റ്. ആ ടൈമില് ആണ് പിന്നെ എനിക്ക് നമ്മളെ എംപവറിന്റെ കൂടെ ഇതിനു മുമ്പത്തെ ഒരു പ്രൊജക്റ്റ് എൻ്റെ കയ്യിൽ വന്നത്. ആ വന്ന ടൈമിലും ഒരു മാസം ഞാൻ ഇന്നെ കറക്റ്റായിട്ട് ഫോളോ ഉണ്ട്. വരുന്ന ആള് എന്നോട് പറഞ്ഞ ആൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഞാനത് പഠിക്കാനോ അത് കേൾക്കാനോ തയ്യാറായില്ല. അങ്ങനെ കുറെ കാലം അതേപോലെ അവര് ഫോളോ അപ്പ് ചെയ്ത് വന്നു. പക്ഷെ നമ്മൾ ഞാൻ ഓൾറെഡി ചുടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയാണ്. അപ്പൊ ഏത് വെള്ളം കണ്ടാലും അത് ചുടുവെള്ളമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കും. അങ്ങനെ മാറി നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു മാസം ഞാൻ അത് കേൾക്കാൻ തയ്യാറില്ല. പിന്നെ അവരെന്ത് ചെയ്തു, ഒരു സൂം ഇതേപോലെ പിന്നെ ഒരു ബിഒപിന്റെ സൂം റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ ഒരു ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കാര്യത്തിനോട് താല്പര്യമില്ല, പ്രോജക്റ്റിനോട് താല്പര്യമില്ല. പക്ഷെ ഞാൻ ആ പിന്നെ ക്യാഷ് പോയ ടൈമിൽ ഞാൻ ബിറ്റ് കോയിനിലാണെങ്കിൽ ക്യാഷ് പോയത്, ആ ബിറ്റ് കോയിൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്ത് അതിനെ പറ്റി പഠിച്ചിരുന്നു. ആ പഠിച്ചതുകൊണ്ട് പിന്നെ അതിന് ട്രേഡിങ് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യല് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ടൈമിലും പിന്നെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആ വീഡിയോയിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എനിക്ക് ഫസ്റ്റ് അയച്ചു തന്ന ടൈമിൽ ഞാനത് ഓപ്പൺ ചെയ്തു. ഒരു 45 മിനിറ്റ് വീഡിയോ ഉണ്ട്, ബിഒപിന്റെ വീഡിയോ ആണ്. 45 മിനിറ്റ് വീഡിയോ ഉള്ളതുകൊണ്ട് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. അത് കേൾക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് അതെന്താ 45 മിനിറ്റ് ഇല്ല, നമുക്ക് ഓൾറെഡി താല്പര്യമില്ലാത്തൊരു കാര്യമാകുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കില്ല. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ട്രാവലിലാണ്, ഒരു എറണാകുളം പോകുന്ന ടൈമിൽ ഇവരെ വിളിച്ചു. ആ വീഡിയോ കണ്ടോ? എനിക്ക് അവരോട് കളവ് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ട്രാവലിലാണ്, ഞാൻ ഓൾറെഡി ഇപ്പോൾ ആരില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഞാനിപ്പോൾ കേട്ടോളാം എന്ന് പറഞ്ഞു. അത് കേട്ട ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊജക്ട് റൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഡീസെൻട്രലൈസ്ഡ് എന്താണെന്നുള്ളതും ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ ബിഒപിയിൽ ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ. പക്ഷെ അത് പറഞ്ഞപ്പോഴും ഞാൻ അത് അത്ര കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അതിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ബ്ലോക്ക് ചെയിന്റെ കാര്യം പറഞ്ഞ ടൈമിൽ ബ്ലോക്ക് ചെയിൻ നമ്മൾ കേരള ഗവൺമെന്റ് തന്നെ ബ്ലോക്ക് ചെയിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് അതിൽ പറയുന്നുണ്ട്. അതിൽ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വെറുതെ തള്ളിവിടായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് എറണാകുളത്ത് ഫസ്റ്റ് ഞാൻ നോക്കിയത് എന്താ വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തു. അത് നേരെ മറിച്ച് ഞാനൊരു ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പ് അത് നോക്കണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ എനിക്ക് അവിടെ ആ അവസരം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് നോക്കിയത് എന്താണ്, കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി എന്നുള്ള അക്കാദമി തിരുവനന്തപുരം ഇൻഫോ പാർക്കിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അവരെ സൈറ്റിൽ കയറി, ആ സൈറ്റിൽ കയറിയിട്ട് അതില് ഈ എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളത് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു. ആ സെർച്ച് ചെയ്തപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ ഓൺലൈൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അതിൽ എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്നുള്ളതും എന്താണ് പിന്നെ നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളതും സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് അതിൽ ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലായപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഒരു വ്യക്തിനോട് പറഞ്ഞത് എനിക്ക് ഈ ഒരു പ്രൊജക്ട് കേൾക്കണം എന്ന് പറഞ്ഞു. അതിൽ സ്മാർട്ട് കോൺട്രാക്ട് വേണം, നമുക്ക് എങ്ങനെ സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈ ചെയ്യാമെന്ന് വരെ അതിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് 4 എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൺലൈൻ ആയിട്ട് തന്നെ ടെസ്റ്റ് ഉള്ളത്. പക്ഷെ അതിന്റെ രണ്ട് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എടുത്തത് എന്തുകൊണ്ടാണ്, നമ്മളൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു ബിസിനസ്സിനുള്ളൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഒരാള് നമ്മളോട് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ മാക്സിമം ലേണിംഗ് ചെയ്യണം എന്ന് പറഞ്ഞത്, ഓരോ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്ത കൂടെ തന്നെ ഏകദേശം ഒരു 7 കോണ്ടാക്ട് ആണ് ഞാൻ ആ ബിസിനസ് വന്ന് ജോയിൻ ചെയ്ത്. അന്ന് എനിക്ക് പിന്നെ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു തന്ന ലിബി സാറാണ്. അവര് കോഴിക്കോട് നിന്ന് മലപ്പുറം വന്നിട്ട് എനിക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ആ പറഞ്ഞ ടൈമിൽ അവര് ചെയ്ത ടൈമിൽ നമ്മൾ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, അവര് ഈ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഫസ്റ്റ് നോക്കിയത് അവർ തരുന്നൊരു ആപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കിയത്. അതില്ല. നമ്മള് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട നമ്മളെ ടോക്കൺ പോക്കറ്റ്, അത് നമുക്ക് ട്രസ്റ്റ് വാലറ്റ് പോലുള്ള, അത് നമ്മളെ ഓൺ വാലറ്റ് ആണ്. ആ വാലറ്റ് ആണ് നമുക്കുള്ളത്.
ആ വാലറ്റിലാണ് ഇത് ആക്ടിവേഷൻ ചെയ്യുന്നതും അതേപോലെ നമുക്ക് വരുന്ന ഇൻകം വരുന്നതും എന്താണ് ടോക്കൺ ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഡീസെൻട്രലൈസ്ഡ് ആപ്പാണോ യൂസ് ചെയ്യുന്നത് അതിലേക്കാണ്. അത് നമ്മളെ വാലറ്റ്, നമ്മളെ ഓൺ വാലറ്റ് ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കീ ഫേസ് മിസ് ആവരുത് എന്നുള്ളത് മാത്രമാണ്. കീ ഫേസ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലായി. അതിനുശേഷം അവരെ സ്മാർട്ട് കോൺടാക്ട് വെരിഫൈ ചെയ്തു. നമ്മൾ വെരിഫൈ ചെയ്തപ്പോഴും അത് കറക്റ്റായിട്ട് ഓക്കെ നമുക്ക് ആ വെരിഫൈ ചെയ്യാം. അത് പഠിച്ചതുകൊണ്ട് മാത്രമാണ് അത് വെരിഫൈ ചെയ്യാൻ പറ്റിയത്. അത് വെരിഫൈഡ് ആണ് എന്നുള്ളത് കൊണ്ട് നേരെ എന്താണ് ഞാൻ അവരെ കൂടെ അസോസിയേറ്റ് ചെയ്തു. ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കി. പക്ഷെ ഇവിടെ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് അത്യാവശ്യം നമ്മൾ കുറെ ആൾക്കാർക്ക് വരുന്നൊരു ഫാൾട്ട് അവിടെയാണ്. നമുക്ക് കുറച്ച് ഫസ്റ്റ് വന്നു കുറെ വരുമാനം ഉണ്ടാക്കി. നമ്മൾ പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ എനിക്ക് വന്നൊരു ഫാൾട്ടും അതാണ്. ഞാൻ ഒരു 15 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ മുടക്കിയതും അതിന് മുകളിലുള്ള ഒരു 3 വരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ ഒരു അപ്ഡേഷനോ അല്ലെങ്കിൽ സൂമിൽ കയറലോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ടൈമിൽ എന്താണ് ഇതിന് കുറെ അപ്ഡേഷൻ വരാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യിച്ച ആളുകൾ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട്, സൂമിൽ കയറിട്ടോ, രാവിലെ മോർണിംഗ് സൂം ഉണ്ട്, അതിൽ കയറി പിന്നെ പുതിയ അപ്ഡേഷൻ വരാണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ തിരക്കായതുകൊണ്ട് അതിന്റെ സീസൺ ആയതുകൊണ്ടും ആ ഒരു ലെവലിൽ മാത്രം പോയി. ഓൾറെഡി നമുക്ക് മുടക്കിയത് അതിന് മുകളിലും കിട്ടി, നമ്മൾ കൂടെ വന്ന ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇനി ബാക്കിയുള്ളവർ അവർ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് നല്ല രീതിയിലുള്ള എമൗണ്ട് അന്ന് NFT ഇറങ്ങിയ ടൈമിൽ NFT എനിക്ക് മിസ്സായി. ആ NFT അന്ന് കയ്യിലുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞ പോലുള്ള ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ NFT മാത്രം സെല് ചെയ്ത 18 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിരുന്നു. അതിന്റെ മാർക്കറ്റ് വാല്യൂ അതാണ്. പക്ഷെ നമ്മൾ എന്താണ് ആ ഒരു NFT മിസ്സായപ്പോഴാണ് ഞാൻ രണ്ടാമത് പിന്നെയും എൻ്റെ മൈൻഡിൽ എന്താണ് അത് ഭയങ്കര റിഗ്രറ്റ് ആയി. നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടും കറക്റ്റായിട്ട് പഠിക്കാത്തതുകൊണ്ടും ആണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെയും ഞാൻ രണ്ടാമത് ആക്റ്റീവായി ഇതിലുള്ള സൂമിലും കാര്യങ്ങളും കയറി തുടങ്ങി. അതിനുശേഷം അടുത്ത പ്രോജക്റ്റ് വന്നപ്പോൾ അതിൽ ഫസ്റ്റ് മുതൽ ആക്റ്റീവായി നിന്നുകൊണ്ട് നല്ല രീതിയിൽ എന്താണ് ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ CS കോയിന് ഇപ്പോൾ CS കോയിനായുള്ള കോയിന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് തന്നെ ആക്റ്റീവായി നിന്ന് അവർ കൂടെ കറക്റ്റായിട്ട് എന്താണോ എംപവർ പറഞ്ഞത്, എംപവർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് ആ ഒരു ലെവലിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ ഇതാണ് കുറെ ആളുകൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് വരും നല്ല ആക്റ്റീവ് കാര്യം, ഏകദേശം 10-25 റെഫറൽ വെച്ച ആളുകൾ വരെ എന്താണ് ലാസ്റ്റിക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ വേറെ പ്രോജക്റ്റ് കാണുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പ്രോജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ടേണ്ടി വരും. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.